മുഹമ്മദ് റിയാസ് മന്ത്രി ടെലിഫോൺ ലൈനുണ്ട്. മിനിസ്റ്റർ, എന്താണ് വലിയ ഗൗരവമുള്ള അപകടമാണല്ലോ, വലിയ അപകടമാണല്ലോ, ലഭിക്കുന്ന വിവരങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഹലോ, കേൾക്കാമോ മിനിസ്റ്റർ? കേൾക്കാം. താങ്കൾക്ക് ലഭിച്ച വിവരമൊന്ന് പങ്കുവെക്കാമോ? അല്ല, ഇപ്പോ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ ഇപ്പൊ ഒരു കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാദൌത്യത്തിന് എല്ലാ നിലയിലും കരുത്ത് പകരുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണ്. ഞങ്ങള് 5 മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി ശ്രീ A.K. ശശീന്ദ്രനും മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രി റവന്യൂ മന്ത്രി ശ്രീ രാജനും അതുപോലെ തന്നെ ശ്രീ കേളുവും ഞാനടക്കം ഞങ്ങൾ 5 പേരാണ് അങ്ങോട്ട് പോകുന്നത്. സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അങ്ങോട്ടേക്കൊക്കെ എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് കേന്ദ്ര സേനകളുടെ, നേവിയുടെയും എയർഫോഴ്സിന്റെയും മറ്റും സഹായം വേണ്ടി വരുമെന്ന് കരുതുന്നു. ഹെലികോപ്റ്ററുകളെ കൂടുതലായി ആവശ്യം വരും. ആ പാലം മുഴുവൻ ഒലിച്ചുപോയ പശ്ചാത്തലമാണ്. അതെ, സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും. എന്തൊക്കെയാണോ പറ്റുക അതൊക്കെ ചെയ്യും. ശരി, ആ നിലയിൽ തന്നെയാണ് ഞങ്ങള് ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വലിയ 5 മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നു തന്നെ അതിന് നേതൃത്വം കൊടുക്കണം. 5 മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? അതെ അതെ. ശരി മിനിസ്റ്റർ, മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ ദുരന്തമുഖത്താണ് വയനാട് എന്നുള്ളതാണ്. വലിയ ദുരന്തമുഖത്താണ് വയനാട്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ട്. 5 മന്ത്രിമാർ, നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 5 മന്ത്രിമാരെ അങ്ങോട്ടേക്ക് പോകാനായി ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. എന്തായാലും ഇത് വാണിയമ്പുഴയിലടക്കം മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാണിയമ്പുഴയിലടക്കം മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു. ചാലിയാറിൽ മൃതദേഹങ്ങളുണ്ട്. അനുമോദ്, കൂടുതൽ മൃതദേഹങ്ങൾ ഇത് വന്ന് പതിക്കുന്ന മലപ്പുറത്തേക്കാണ്. ഈ പുഴയടക്കം മലപ്പുറത്തിന്റെ മേഖലകളിലാണ്. അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് പതിക്കുക ഇവിടെ ആയിരിക്കും. അങ്ങനെയാണോ ഇപ്പോൾ